എനിക്ക് വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും. അത് കേൾക്കണ്ടെങ്കിൽ പൊയ്ക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ടാ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ദിവസം 4-5 ആയി. അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ. ചെല്ല്. മതി മക്കളെ, മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനും ഒക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കുറെ നാളായി എന്റെ മക്കൾ പാലിന്റെ നിറം കണ്ടിട്ട്. ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്. എന്ത് പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജ എഴുതി വെച്ചിട്ട് പോന്നോ? ഇവിടെ ആരെങ്കിലും വലുതും അറിഞ്ഞോ? ജോലി മതിയാക്കിയിട്ട് ഇവിടെ വന്നത്. നീ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല. നീ ഞങ്ങളുടെ കൂടെ വാ. ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്. ഈവനിങ് തിരിച്ചുകൊണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്. നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസമാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം. എന്താടാ? എനിക്കെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. ഒരുപാട് വഴികൾ നോക്കിയതാ, ഒന്നും ശരിയാകാതെ വന്നപ്പോ. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം. എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. ഞാനൊരു പാവാണ് സാർ.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ് എനിക്ക് സാർ ഞാൻ. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലെ അതാണ് SI പവനൻ സ്റ്റൈൽ. അയ്യോ ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. സാർ, ഞാൻ- KL01A999 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ. അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. കേറ് ജീപ്പിൽ. സാറേ, 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 വിടല്ലേ? പിടിക്കല്ലേ? ചിമ്പൻസി. ഇങ്ങോട്ട് പോടോ. സാറേ, ഞാൻ പാവമാണ് സാർ. നിരപരാധിയാണ് സാർ ഞാൻ. ഇത്തിരി ആരോഗ്യം ഇത്. സാർ, ഫോൺ. ഞാൻ ഈ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ. അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാ. അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയിക്കല്ലേ. സാറ് പൊക്കോളൂ സാർ. ദേ കൂട്ടത്തിൽ എന്നിട്ട് പാര പണിയല്ലോ കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്കിന് അകത്ത് കയറി പോയടാ പട്ടികളെ. പോലീസുകാർ അകത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ അണ്ണാ? ഞാൻ കുറച്ച് ബിസിയാണ്. പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ, സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? ഓ, അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ അതെന്തിനാ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? ശ്ശ്. എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോയി ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാൽ അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങടാ. സാജ, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ നമുക്ക് പരിഹാരം കാണാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം. പ്ലീസ് സാജ, നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്കിനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ. നിനക്ക് കിട്ടിയ പണം ജാനകിയുടെ. അതേടാ, അവളുടെ കുടുംബം വിറ്റ് വകை കിട്ടിയതാ ആ 1.5 കോടി. ഒരു തട്ടിപ്പ് സംഘം ചതിച്ചതാ. പോലീസിനെ ഭയന്ന് ഓടുന്ന വഴിക്ക് നിന്റെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ വിലസിയത് മുഴുവൻ ആ പാവം ജാനകിയുടെ കാശുകൊണ്ടാ. കൂട്ടത്തോടെ മരിക്കാൻ പോയതാ. ഞങ്ങളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജാനകി വീണ്ടും ഓഫീസിൽ വരാനും തുടങ്ങി. ഡാ, ഇനി ഞാൻ പറഞ്ഞ ഡീലൊന്നും വേണ്ട. തൽക്കാലം 1 കോടി രൂപ നിന്റെ കയ്യിലില്ല, അതൊന്ന് കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് സമയം പറയാം. രൂപ ജാനകിയുടെ വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ അവൾ ഈ കാര്യം അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് നീ കയറി പറയരുത്. പ്രത്യക്ഷമാഹീശ്വരി ദേവി കന്യാകുമാരി. 50,000 രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ. അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ടേ? പ്രണാമം. മാപ്പ് ജാനകി, മാപ്പ്. എന്തൊരു അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്. സാജ, മാപ്പ്. സാജ, ഛെ, ആര്? ഞാനൊന്ന് മാപ്പ് ചോദിക്കട്ടടാ. നീ ഒന്ന് അടങ്ങ് സാജ. ജാനകി, ഞാൻ അതൊക്കെ പിന്നെ പറയാം. ഞാൻ പറഞ്ഞതല്ലേ, നീ ചുമ്മാ. ജാനകി, സോറി, റിയലി സോറി. മാപ്പെങ്കിലും പറയട്ടടാ. വേണ്ട, വിവേകേ, ഇവരെ പിടിച്ചോണ്ട് പോ. ചുമ്മാ ഓഫീസിൽ സീനുണ്ടാക്കാം. നീ വന്നോ. കാര്യം പറയട്ടടാ. ഒരു കാര്യം പറയണ്ട. അത് പിന്നെ അവന് ഭയങ്കര കുറ്റബോധം. നിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞു. ശ്ശെ, അവൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ. അതിന് നീ എന്തിനാ കരയുന്നത്? നീ ഇങ്ങനെ മെലോ ഡ്രാമ കളിക്കാതെ
ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ജാനകി ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞത്. എടാ ഞാനത് സാരമില്ല, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ പോയി പൈസ എടുത്തോണ്ടോ. അത് മറ്റന്നാ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? അത് കൊള്ളാം. അവകാശിയെ കണ്ടെത്തി മുഴുവൻ കാശും കൊടുക്കാൻ തിടുക്കം കൂട്ടിയ ആളാ. എന്താ നിനക്കത് കൊടുക്കാൻ താല്പര്യമില്ലേ? എടാ ഇന്ന് തന്നെ കൊടുക്കണം. അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. നീ പോയി എടുത്തോണ്ട് വാ. ചെല്ല്, വേഗം പോയിട്ട് വാ.